ഹായ് ഗൈസ്, ഒരു ടേസ്റ്റി ബീഫ് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ബീഫ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കുക. അതിനുശേഷം ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ ബീഫ് ഇട്ട് നന്നായി വേവിക്കുക. കൈകൊണ്ട് ഒന്ന് അടർത്തിയെടുക്കാൻ പറ്റുന്ന പരുവത്തിലാകുമ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. അതിനുശേഷം എണ്ണ ചൂടായതിനു ശേഷം അതിലേക്കിട്ട് വറുത്തെടുക്കുക. നന്നായി മുരിയണം, അതായത് ഒരു കറുത്ത നിറമാകുന്നത് വരെ നന്നായി മുരിയിച്ചെടുക്കുക. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. അരിഞ്ഞില്ലെങ്കിൽ ചെറിയൊരു പാത്രത്തിൽ കുത്തിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയാലും മതി. അതിനുശേഷം എണ്ണ ചൂടാകാൻ വെച്ച് അതിലേക്ക് കടുക് ഇടണം. കടുക് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ഉലുവ ചേർക്കുക. അതിനുശേഷം കറിവേപ്പില കുറച്ചധികം ഇടുന്നത് ഇതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്യുക. അതിനുശേഷം അച്ചാർ പൊടി ഇടുക. അല്പം കായപ്പൊടിയും ചേർക്കുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. കുറച്ച് ഗരം മസാല ചേർക്കുക. കുറച്ച് ബീഫ് മസാല ചേർക്കുക. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിനുശേഷം സുർക്ക കുറച്ച് ഒഴിക്കുക. എന്നിട്ട് വേവിച്ചു വെച്ച ബീഫ് അതിലേക്ക് ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം തീ കുറച്ച് ഒഴിവാക്കാവുന്നതാണ്. ചൂടാറിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം. 2 ദിവസം പുറത്ത് വെച്ചതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതായിരിക്കും നല്ലത്.